ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഗോപാലകൃഷ്ണൻ നായരുടെ അനുഭവമാണ്. ഈ പേര് സാങ്കല്പികമാണ്. ഗോപാലകൃഷ്ണൻ നായർ ആദ്യമായി ഞങ്ങളെ കാണാനെത്തിയത് 2015 അദ്ദേഹത്തിന് അല്പം ഉദ്ധാരണക്കുറവുണ്ടായിരുന്നു. അന്ന് മരുന്നുകളൊക്കെ കൊടുത്തു. ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ആദ്യം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു, സ്കാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ സ്കാനൊന്നും വേണ്ട, കുറച്ച് മരുന്ന് കഴിക്കാം. ശരി, ചികിത്സ ഡോക്ടറും എഗ്രി ചെയ്തു, കുറച്ച് മരുന്ന് കൊടുക്കാം. അങ്ങനെ മരുന്ന് കഴിച്ച് ഏകദേശം 1 വർഷത്തോളം മുന്നോട്ട് പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ മരുന്ന് ഫലിക്കാത്ത അവസ്ഥയെത്തി. അപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വീനസ് ഇൻസഫിഷ്യൻസി, പെനീസിനുള്ളിൽ ബ്ലഡ് നിൽക്കാത്ത അവസ്ഥ തുടങ്ങിയിരിക്കുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഉണ്ടത്. അതുകൊണ്ടാണ് മരുന്നുകൾ ഫലിക്കാത്തത്. അപ്പോൾ അന്ന് ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മരുന്ന് കഴിച്ച് വെറുതെ ജീവിതം കളയണ്ട, സമയം കളയണ്ട, അതിന് സൈഡ് എഫക്റ്റ് വരണ്ട, നമുക്കൊരു ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അങ്ങനത്തെ ഓപ്പറേഷനൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്. അങ്ങനെ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ചികിത്സ അവസാനിപ്പിച്ചു പോയി. ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് എന്തോ പെട്ടെന്നൊരു അസുഖം, ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അവർ മരണപ്പെട്ടു. പിന്നീട് ആൾ തനിച്ചായി. പക്ഷേ 2 മക്കളുണ്ട്. 2 മക്കളും വിദേശ രാജ്യങ്ങളിലാണ്. 2 പേരും മടങ്ങി വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം. ഒരാൾ കാനഡയിലാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് 2-3 മാസമൊക്കെ കാനഡയിൽ പോയി താമസിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. അവിടുത്തെ കാലാവസ്ഥ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ്. അദ്ദേഹം തന്നെ പറഞ്ഞത്, കടുത്ത ശൈത്യകാലത്താണ് ഞാൻ പോയത്. ആ സമയത്ത് 4-5 ജാക്കറ്റ് ഇട്ടെങ്കിലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കൊടിയ തണുപ്പാണ്. അവിടെ എനിക്ക് പറ്റുന്നില്ല ആ കാലാവസ്ഥ. മാത്രമല്ല, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം ഈ സായിപ്പിനെയും അന്യനാട്ടുകാരെയൊക്കെ കാണുന്നത്, അവരുമായിട്ട് സംസാരിക്കാനും ഒന്നും എന്നെക്കൊണ്ടാവില്ല. എനിക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ആ രാജ്യത്തെ ജീവിത രീതിയൊന്നും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മടങ്ങിപ്പോന്നു. അങ്ങനെ കുറച്ചു കാലം അദ്ദേഹം തനിച്ച് താമസിച്ചു. മറ്റേ മകൻ അമേരിക്കയിലാണ്. അങ്ങോട്ട് ക്ഷണിച്ചു. അവിടെയും പോയി നോക്കിയെങ്കിലും അവിടുത്തെ ചുറ്റുപാടുകളും അദ്ദേഹത്തിന് പറ്റാതെ വന്നു. അങ്ങനെ അമേരിക്കയിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നു. മടങ്ങിയെത്തിയതിന് ശേഷം വല്ലാത്ത ലോൺലിനെസ് അനുഭവപ്പെടാൻ തുടങ്ങി. താൻ ഏകനാണ്, മക്കളൊക്കെ പോയി, വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഭാര്യയും മരിച്ചു. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിക്കണമല്ലോ എന്നുള്ള ചിന്ത ഗോപാലകൃഷ്ണൻ നായരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ ലോൺലിനെസ്സൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്ദേഹത്തെ നിർദ്ദേശിച്ചു, നായരെ, താങ്കളൊരു കല്യാണം കഴിക്കുക, ഈ ഏകാന്തതയൊക്കെ മാറിക്കിട്ടും. അങ്ങനെ അവർ നിർബന്ധിക്കാൻ തുടങ്ങി. മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം അതിന് അനുവാദം നൽകി. ഓക്കെ, നിങ്ങൾ ആലോചിച്ചു. അങ്ങനെയാണ് രുക്മിണിയമ്മയെ കണ്ടെത്തിയത്. അവരെ ഭർത്താവ് മരിച്ചു, മക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ മക്കളൊക്കെ വിദേശത്ത് തന്നെയാണ്, ആരും നാട്ടിലില്ല. ഏകാഗിയായി ജീവിക്കേണ്ടി വന്ന മറ്റൊരു സ്ത്രീയെ കണ്ടെത്തി. പ്രായവും ഏതാണ്ട് 58 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ 2 പേരും തമ്മിൽ നല്ല മാച്ചാണ്. അങ്ങനെ വിവാഹത്തിലേക്ക് നീങ്ങി. വിവാഹം കഴിച്ചു, 2ാം വിവാഹം കഴിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. വീണ്ടും ഞങ്ങളെ കാണാനെത്തി. മരുന്നുകൾ കൊടുത്തു നോക്കി, ഒരു തരത്തിലും ഫലമില്ല. അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു, വീണ്ടും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്ത് നോക്കി. മുൻപുണ്ടായിരുന്ന ആ വീനസ് ഇൻസഫിഷ്യൻസി വർദ്ധിക്കുകയാണ് ചെയ്തത്. കൂടുതൽ ബ്ലഡ് ലീക്കായിട്ട് പോകുന്നു. പെനീസിനുള്ളിൽ ഒട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. ഉദ്ധാരണം വളരെ കുറഞ്ഞു. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഇനിയും ഇംപ്ലാന്റ് മാത്രമേ ഉള്ളൂ മാർഗം. അങ്ങനെയാണ് അദ്ദേഹം ഇംപ്ലാന്റ് ഓപ്പറേഷന് തയ്യാറായത്. അദ്ദേഹം ആലോചിച്ചപ്പോൾ 2ാമതൊരു വിവാഹം കഴിച്ചു. അവരുടെ ജീവിതമുണ്ട്, എൻ്റെ ജീവിതം മാത്രമല്ല. അങ്ങനെ
ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പ് എല്ലാം കഴിഞ്ഞു. പിന്നീട് വീണ്ടും ഏതാണ്ട് ഒരു 5-8 മാസത്തിന് ശേഷം 2 പേരും കൂടി ഞങ്ങളെ കാണാനെത്തി. വളരെ തൃപ്തരായി ജീവിക്കുന്നു. അപ്പോൾ എല്ലാ പേഷ്യൻസിനും ഇംപ്ലാന്റ് വേണമെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ചില വ്യക്തികളിൽ മരുന്ന് ഫലിക്കാത്തവരിൽ മറ്റ് ചികിത്സാ മാർഗങ്ങൾ ഫലിക്കാതെ വരുമ്പോൾ ഇംപ്ലാന്റ് ഓപ്പറേഷൻ നടത്തുന്നതിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല, അല്ലെങ്കിൽ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഇംപ്ലാന്റ് നല്ലൊരു ചോയ്സാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.